വാക്യത്തിൽ പറയുന്നു, എത്ര നേരം പ്രാർത്ഥിക്കണം? ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. രാവിലെ പ്രാർത്ഥിച്ചാൽ ഉച്ചയാകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചതാണല്ലോ, ഇനി പ്രാർത്ഥിക്കണമോ? രാവിലെ ഉച്ചയ്ക്കും പ്രാർത്ഥിച്ചു, രാത്രിയാകുമ്പോൾ തോന്നും ഞാൻ രാവിലെ ഉച്ചയ്ക്കും വേറെ ജോലിയില്ല, ഇനി രാത്രിയും പ്രാർത്ഥിക്കണമോ, വൈകുന്നേരം പ്രാർത്ഥിക്കണമോ? എപ്പോഴും പ്രാർത്ഥന തന്നെ, എപ്പോഴും പ്രാർത്ഥന തന്നെയാണ്. കരച്ചിലാണ് അവിടെ. പ്രാർത്ഥന ഒരു കരച്ചിലായിട്ട് മാറുകയാണ്. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന ദുഃഖത്തിൽ നിന്ന്, ഈ ദുരിതത്തിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് തക്കതായ ഉത്തരം, മറുപടി നൽകുക തന്നെ.